എല്ലാവർക്കും നമസ്കാരം. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള കേരളീയരുടെ ഒരു ട്രഡീഷണൽ വിഭവമായ ഇലയടയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇലയട ഉണ്ടാക്കുന്നതിനായി 1 കപ്പ് നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ നെയ്യ്, 1/2 കപ്പ് തിളപ്പിച്ച വെള്ളം ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. മാവ് തണുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കണം. ഇങ്ങനെ കുഴച്ചെടുത്ത മാവ് കൊണ്ടുണ്ടാക്കുന്ന അടയ്ക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇലയടയ്ക്കുള്ളിൽ വയ്ക്കാനുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. ഒരു പാനിലേക്ക് 150 ഗ്രാം ശർക്കര ഉരുക്കിയെടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു നൂൽ പരുവത്തിലാകുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് വയ്ക്കാം. ഇനി അടയുണ്ടാക്കാൻ തുടങ്ങാം. ചെറിയൊരു ബോൾ സൈസ് മാവെടുത്ത് ഇലയിലേക്ക് വെച്ച് കൈ ഉപയോഗിച്ച് വളരെ തിന്നായിട്ട് പരത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഫില്ലിംഗ് കൂടെ വെച്ചു കൊടുക്കാം. ഇതുപോലെ മടക്കി മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള അടയും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഒരു സ്റ്റീമറിൽ വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അടകൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് പാത്രം അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്ത് നോക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടയിൽ നിന്ന് ഇല ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. നന്നായി കുക്കായി കഴിയുമ്പോൾ ഇങ്ങനെ ഇല ഇളകി വരുന്നത് കാണാം. അട നന്നായി കുക്കായില്ലെങ്കിൽ മാവ് ഇലയിൽ ഒട്ടിപ്പിടിക്കും. ഏത് പ്രായക്കാർക്കും ഒരുപോലെ കഴിക്കാവുന്ന ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റീംഡ് ഇലയടയുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.